മറുപടിയാണ് ഏത് ഈ സ്ഥാപനത്തിൽ. അപ്പോഴാണ് ഞങ്ങൾ ആ AA+ കൊണ്ടുവന്നിട്ട് അത് ക്രെഡിറ്റ് വാച്ച് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഈ അനിൽ അംബാനിയുടെ ഈ സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ അപകടത്തിലാണ്. നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ പോകുമ്പോൾ 2-3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ പാരൻറ്റ് ബോഡി, മാതൃസ്ഥാപനം. 2, സഹോദര സ്ഥാപനങ്ങൾ. 3, ഈ സ്ഥാപനത്തിൻ്റെ 3 വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റ്. ഈ കമ്പനി തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ കമ്പനി മാതൃ കമ്പനിയിൽ നിന്ന് വിഭജിച്ച് ഈ കമ്പനി തുടങ്ങിയിരിക്കുക. മാതൃ കമ്പനി വെള്ളത്തിലായപ്പോഴാണ് വീണ്ടും ആളുകളെ പറ്റിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്പനി, അതറിയാലോ നിങ്ങൾ, കോർപ്പറേറ്റുകൾ ഇങ്ങനെ പുതിയ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പുതിയ കമ്പനികൾ ഫ്ലോട്ട് ചെയ്യുകയും. ഇപ്പോൾ ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ അദാനിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, പല ഷെൽ കമ്പനികൾ ഉണ്ടാക്കും, പല നിക്ഷേപങ്ങൾ ഇവർ സ്വീകരിക്കും, പണം കിട്ടിക്കഴിയുമ്പോൾ അതങ്ങോട്ട് മാറ്റും, വേറെ വഴിക്ക് മാറ്റും. അങ്ങനെയാണ് ഇത് എല്ലാം തകർന്നത്. ഞാൻ പറയുന്നത് ഒരു സാമാന്യ യുക്തിക്ക് അന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിലും എല്ലാം അനിൽ അംബാനിയുടെ കമ്പനി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത വരികയാണ്. 50,000 കോടിക്ക് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ഈ കമ്പനിക്കെതിരായി. അപ്പം തന്നെ ഇവർ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക വിദഗ്ധനായ ധനകാര്യ മന്ത്രിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുവാണ്. അതുകൊണ്ട് ഇല്ല അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുവാണ്. അദ്ദേഹം ഈ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയിരുന്നു എങ്കിൽ ഈ ക്രെഡിറ്റ് ഏജൻസി AA+ കൊടുത്ത ക്രെഡിറ്റ് ഏജൻസി എന്തുകൊണ്ടാണ് AA+ കൊടുത്തതെന്നും എന്തിനാണ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് എന്ന് എഴുതി വെച്ചതെന്നും അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കൊണ്ടുപോയി ഇതുപോലത്തെ കമ്പനി കമ്മീഷൻ മേടിച്ചിട്ട് ചെയ്തതാണ്. ആണ് ഉറപ്പായിട്ടും. ഡയറക്ടർ ബോർഡിലല്ല, അവിടെയുള്ള ചില ആളുകളുണ്ട്, പാർട്ടി ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ആ സ്ഥാപനത്തിലുണ്ട്. അവർക്ക് നേരിട്ടാണ് പാർട്ടിയായിട്ട് ബന്ധം, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ശ്രീ തോമസ് ഐസക് ഇതിനെ ഓൺ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തന്നല്ല, ക്രെഡിറ്റ് ഏജൻസി പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് AA+ കൊടുത്തിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ ശ്രദ്ധിക്കണം എന്ന് റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുക. അത് തന്നെയാണ് ഈ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. സെബിയുടെ അംഗീകാരമില്ലാത്ത, RBIയുടെ അംഗീകാരമില്ലാത്ത ഒരു 2 കൊല്ലമായി തുടങ്ങിയ ഒരു കമ്പനി, 3 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് വേണമെന്നാണ്. 2 കൊല്ലമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കമ്പനിയിൽ ആ കമ്പനി തന്നെ ഇന്ത്യയിൽ എത്ര കമ്പനിയുണ്ട് നന്നായി പോകുന്നു, വലിയ ലാഭത്തിൽ പോകുന്നു. അവിടെ എന്നും കൊണ്ടുപോയി നിക്ഷേപിക്കാതെ ബാങ്കിൽ കിടത്തിരിക്കുന്ന ഈ പൈസ എടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു, ബാങ്കിലിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് അന്ന് ഒരു 15% പലിശ കിട്ടുമെന്ന്, 0.2% വ്യത്യാസം പലിശ. അല്ല, പറഞ്ഞത് റേറ്റിംഗ് ഏജൻസിയുടെ അടിസ്ഥാനത്തിലാണ്. റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് തന്നു. റേറ്റിംഗ് ഏജൻസി തുടങ്ങിയ കമ്പനിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, മാതൃ കമ്പനി പൊളിയാണ് RCL. അല്ലല്ല 2018 അവർ കോടതിയിൽ പോയി കഴിഞ്ഞ് NCL പൈസ കിട്ടാനുള്ള, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ പൈസ കിട്ടാനുള്ള ആളുകൾ കോടതിയിൽ പോയി കഴിഞ്ഞ് അത് 2019 ജനുവരി തന്നെ അവരുടെ വിധിയും വന്നു. നേരത്തെ തന്നെ NCL പോയി കഴിഞ്ഞു. നിങ്ങൾ എടുത്തു നോക്കിക്കോ, മുഴുവൻ രേഖകൾ ഞാൻ വേണമെങ്കിൽ തരാം, മുഴുവൻ രേഖകളും. ആ സമയത്ത് കമ്പനി പൊളിഞ്ഞു തുടങ്ങി. മാത്രമല്ല ഇവർ ക്രെഡിറ്റ് വാച്ച് എന്ന് പറയാൻ ഈ ക്രെഡിറ്റ് ഏജൻസി, താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. അതിൻ്റെ അടിയിൽ അവർ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇവരെ AA+ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിപെൻഡൻറ്റ് കമ്പനിയാണ്, ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് AA+ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയല്ലോ കമ്പനി 2 കൊല്ലമായിട്ട്. അപ്പോൾ അതിന് വേറെ ബാധ്യതയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് വാച്ച് എന്ന് ക്രെഡിറ്റ് ഏജൻസി പറഞ്ഞത്? അവരുടെ മാതൃ കമ്പനി അപകടത്തിലാണ്, സഹോദര കമ്പനി അപകടത്തിലാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് തെറ്റാണ്. കാരണം ഈ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ, സർക്കാർ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാണ് നിക്ഷേപിച്ചതെന്ന് പറഞ്ഞത്. ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ തകരുകയാണ് എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഞാൻ കാണിച്ചത്, ഞാൻ പ്രൂഫ് തരാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്ന. നിക്ഷേപത്തിന് മുമ്പ് ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് പഠിക്കുന്ന എപ്പോഴാണ്? നിക്ഷേപത്തിന് മുമ്പ്
ആ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ AA+ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് എന്ന് എഴുതി. സൂക്ഷിക്കണമെന്നാണ്. ഞങ്ങളുടെ ആഫ്റ്റർ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവർ. എന്തുകൊണ്ടാണ് ഞങ്ങളിത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, മാതൃ കമ്പനി മോശം സ്ഥിതിയിലാണ്. സിസ്റ്റർ കൺസേൺ ഭീകരമായ, അതായത് റേറ്റിംഗ് D ആണ്. D ആണ് റേറ്റിംഗ്. ഈ നിക്ഷേപിക്കുന്നതിന് തൊട്ട് മുമ്പാണ്, ആ റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. D ആണ് റേറ്റിംഗ് സഹോദര സ്ഥാപനം. അപ്പോഴാണ് ഈ 50,000 കോടി രൂപയുടെ കടമുള്ളതുകൊണ്ടാണ് റേറ്റിംഗ് D ആയത്. അത് ക്ലിയർ അല്ലേ? തെറ്റാണ് AFC എന്ന് പറഞ്ഞത്. 2018 ഈ സ്ഥാപനങ്ങൾ, സഹോദര സ്ഥാപനങ്ങൾ തകർന്നിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സഹോദര സ്ഥാപനങ്ങൾ തകർന്നു തുടങ്ങി എന്ന് ക്രെഡിറ്റ് ഏജൻസി തന്നെ ഇവർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കോപ്പി അയച്ചു തന്നിട്ടുണ്ട്. ഇനിയും ക്രെഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഏജൻസി അയച്ചു തരാം. നിങ്ങൾ അതിൽ നോക്കിക്കോ. അതിൽ എഴുതിയിട്ടുണ്ട് D ആണെന്ന്. റേറ്റിംഗ് D ആയിപ്പോയി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ആണ് 50,000 കോടി രൂപയുടെ ബാധ്യതയാണ് അവർക്കുള്ളത്. 50,000 കോടി രൂപ, 50,000 കോടി അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഈ കാശെടുത്തിട്ട് ആ കമ്പനിയിൽ കൊണ്ടുപോയി പൈസ ഇടുന്നത്. ഭയങ്കര മാത്രമല്ല, പിന്നെ കരുതൽ ധനമായി സൂക്ഷിക്കണം എന്നുള്ള അവിടുത്തെ സമ്പദ്ഘടനയെ, ആ പ്രിൻസിപ്പലിനെ ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കരുതൽ ധനം അല്ലല്ലോ ഇത്. കരുതൽ ധനം സൂക്ഷിക്കേണ്ട എവിടെയാ? ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടാൽ ചിലപ്പോൾ മുതലും പോവും പലിശയും പോകാനുള്ള റിസ്ക് ഉള്ള സാധനത്തിൽ കൊണ്ട് കരുതൽ ധനം എങ്ങനെ നിക്ഷേപിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, KFCയുടെ പാർട്ടിയുടെ ബന്ധുക്കളാണ് ഇതിൻ്റെ ഇടനിലക്കാർ. CPMൻ്റെ പാർട്ടി ബന്ധുക്കളാണ് ഇതിൻ്റെ ഇടനിലക്കാർ. നമ്മുടെ സാമാന്യ യുക്തി വെച്ച് നിങ്ങൾ ചോദിക്കും, ആരെങ്കിലും ഇടുമോ? ഒരു വ്യക്തി ഇടുമോ? ഒരു സ്ഥാപനം ഇടുമോ? ഇങ്ങനെ കൊണ്ടുപോയി ഇടുമോ? ഫിക്സഡിൽ കിടക്കുന്ന സാധനം കൊണ്ടുപോയിട്ട് അവിടെ ഇത് വലുതാവൂലല്ലോ. ഷെയർ പോലെ അല്ലല്ലോ, ഡിബഞ്ചറല്ലേ, ഈ പലിശ കിട്ടുള്ളൂ. ഇപ്പം ഷെയർ വാല്യൂ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാം. 100 രൂപയുടെ ഷെയർ നമ്മൾ 100 രൂപയ്ക്ക് എടുത്ത് ഇവരെ അടിച്ചു കയറി ഒരു 1,500 രൂപ ഷെയർ 15 ഇരട്ടിയായി. അപ്പോൾ നമ്മുടെ വാല്യൂ കൂടും. NCDയിൽ ഇത് വലുതാവില്ല. എപ്പോൾ ഇട്ടാലും ഈ പലിശ കിട്ടുള്ളൂ. ഈ 0.21% പലിശയുടെ വ്യത്യാസത്തിന് വേണ്ടി ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റാണ് അങ്ങോട്ട് കൊണ്ടിട്ട്, അല്ലാതെ ഷെയർ അല്ല. അല്ല, അത് അവർ തന്നെ കൊടുത്ത പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇതൊന്നും ഇല്ലയെന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എല്ലാം പറയുന്നുണ്ട്. ആ പ്രോസ്പെക്ടസ് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു ഇതുമില്ലാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിലുണ്ട്. അതിൽ ആദ്യത്തെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. SEBIയുടെ RBIയുടെ അംഗീകാരമില്ല, NCD ആണ്. The debentures have not been recommended or approved by the Securities and Exchange Board of India, nor does SEBI guarantee the accuracy or adequacy of this document. SEBI ഇതിൻ്റെ ഒരു കൃത്യതയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. അവരുടെ അംഗീകാരമില്ല, RBIയുടെ അംഗീകാരമില്ല. ഇതിൽ കൊണ്ടുപോയിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. റിസ്ക്കാണ്. ആ റിസ്ക് ഉള്ളതിൽ കൊണ്ടുപോയി ബാങ്കിൽ കിടക്കുന്ന പൈസ ഒരു ലാഭവും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഷെയറാണ് കൊണ്ടുപോയിട്ടിട്ട് ഷെയർ